ഇനി നമുക്കതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിനകത്തോട്ട് ചേർക്കേണ്ടുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ 2-3 വെളുത്തുള്ളിയുടെ അല്ലിയാണ്. അപ്പോൾ നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു എസൻസ് അതിനകത്തോട്ട് ഇറങ്ങി കിട്ടുക. അപ്പോൾ അതായിട്ട് നമുക്ക് അതിനായിട്ട് തന്നെ എൻ്റെ കയ്യിൽ ഇടികല്ലിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ ആ കല്ല് വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ. നല്ലൊരു മണമാണ്, നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു ഒറ്റ സൊല്യൂഷനിൽ തന്നെ പല്ലി അതേപോലെ തന്നെ ഈ എലി ഈ ശല്യമൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ എലി ചാകാനുള്ളതല്ല, ഇത് നമ്മൾ മുറ്റത്തൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ എലി വരില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പരലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിപ്പോൾ ഞാനൊരു സ്പൂൺ അളവിൽ ഇട്ട് കാണിച്ചു തരാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പരലുപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പരലുപ്പ് നല്ലൊരു സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒച്ചൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് പരലുപ്പൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് മുറ്റത്തൊക്കെ വിതറി കൊടുക്കുകയാണെങ്കിൽ ഒച്ച ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ നല്ലൊരു വിമുക്തമാക്കാനും ഉപ്പ് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഇറക്കിയിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ അതിനകത്തോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത വെള്ളത്തിനകത്തോട്ട് നമുക്ക് ലൈസോൾ ഒഴിച്ച് കൊടുക്കാം. ഏതാണ് നമ്മുടെ കയ്യിലുള്ളത്, ലൈസോൾ അല്ലെങ്കിൽ ഡെറ്റോളോ എന്താണെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ലൈസോളാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ടീസ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവനുസരിച്ചിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഇത്രയും സാധനം ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിക്ക് തന്നെ ഇരിക്കും കേട്ടോ. ഇനി നമുക്കിത് മുറ്റത്ത് ചെടികളുടെ ഇടയിലും അതേപോലെ അടുക്കള ഭാഗത്തും എല്ലാം ഒന്ന് സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയോ അതല്ലാതെയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു വെള്ളം കുറച്ച് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്കിനകത്ത് നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ലും അത് മാത്രമല്ല സിങ്കിലെ അണുക്കളെല്ലാം നശിച്ചു പോകും. കാരണം ഉപ്പും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെയും അതിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ല് എല്ലാം ഒഴിവായിട്ട് അതിനകത്തുള്ള പാറ്റ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചത്തുപോകും. അപ്പോൾ ഇതേപോലെ സിങ്കിൽ വാഷ് ബേസിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് വെച്ചിട്ട് മുറ്റത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രാത്രിയാണേ. ഇപ്പോൾ രാത്രി ഞാനിതുകൊണ്ട് മുറ്റത്ത് അടുക്കള ഭാഗത്തെല്ലാം എലിയോ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തെല്ലാം ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മുറ്റത്ത് ഇറങ്ങുന്നതിനൊന്നും പേടിക്കേണ്ട. രാത്രിയാണെങ്കിലും നമുക്ക് ഇറങ്ങുന്നതിനൊന്നും പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്താണ് ചെടികളുടെ ഇടയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികളുടെയൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒച്ച് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് പോയിക്കോളും. പ്രത്യേകിച്ച് ഈ വെളുത്തുള്ളിയുടെ ആ ഒരു നീരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെയും ഈ ഇലകളിൽ എന്തെങ്കിലുമൊക്കെ പുഴുക്കളും അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ നിസ്സാരമായ സാധനങ്ങൾ മാത്രം മതി. വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് ഞാൻ ഈ കാണിച്ചത്. അതുപോലെ നമ്മുടെ കബോർഡിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കിച്ചൻ്റെ കബോർഡിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ ഈ ചിലന്തി അതേപോലെ തന്നെ ഒന്നും തന്നെ കയറിയിരിക്കില്ല. പല്ലി പാറ്റ ഒന്നും തന്നെ കയറിയിരിക്കില്ല. ഈ ഒരു സ്മെല്ലടിച്ചിട്ട് എല്ലാം അങ്ങ് പോയിക്കോളും.